എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അവസരമുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CRRI ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 21 സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. എക്സാം വരുന്നത് മെയ് അല്ലെങ്കിൽ ജൂണിലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിലേക്ക് പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ട്. അത് ജൂൺ മാസത്തിലായിരിക്കും വരുന്നത്. തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. വേക്കൻസി 177 വേക്കൻസിയാണുള്ളത്. ഗ്രൂപ്പ് C പോസ്റ്റാണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇൻ കമ്പ്യൂട്ടർ ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഫിക്സഡ് ബൈ DOPT ഫ്രം ടൈം ടു ടൈം. അതായത് +2 കൂടാതെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡും ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 28 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. വേക്കൻസി 32. ഗ്രൂപ്പ് C പോസ്റ്റാണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് സെയിം തന്നെയാണ്. +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രാഫി ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 27 വയസ്സ് കവിയരുത്. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട്. അപ്പോൾ ഈ 2 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. +2 പ്രൊഫഷൻസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി നോക്കുകയാണെങ്കിൽ പല പല ലാബുകളിലേക്കാണ് വേക്കൻസി വരുന്നത്. ലാബ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് വേക്കൻസി വരുന്നത്. CSIR CRRI വരുന്നുണ്ട്. അതുപോലെ തന്നെ CSIRൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നുണ്ട്. CSIR IGIBയിൽ വരുന്നുണ്ട്. അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ജോലി വരുന്നത്. ഈ ജോലിക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അൺറിസർവ്ഡ് OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWBD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. നിങ്ങൾ SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട്. എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്നത് +2 ലെവലായിരിക്കും. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്. ഇതാണ് സബ്ജക്ട്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇൻ സ്റ്റെനോഗ്രഫി. ഇവിടെ വരുന്നത് ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി സ്കിൽ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി ജൂനിയർ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നത് OMR ബേസ്ഡ് ആണ്. +2 ലെവലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സബ്ജക്ട്സ് പേപ്പർ 1 മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ് 200 മാർക്കിന്. പേപ്പർ 2 ആയിട്ട് ജനറൽ അവയർനെസ് 150 മാർക്കിന്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 150 മാർക്കിനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ വരുന്നത് ഡൽഹിയിലാണ്. എക്സാം സെൻറ്റർ വരുന്നത്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 21. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈറ്റിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. വെബ്സൈറ്റ് www.crridom.gov.in ആണ്.
സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ സ്ക്രീൻ വരും. ആപ്ലിക്കേഷൻ പോർട്ടലായിരിക്കും. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം കിട്ടും. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും, നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കോപ്പിയും മാർക്ക് ഷീറ്റും, കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.